എല്ലാ ആൾക്കാരും കൃഷി ചെയ്യണം. എൻ്റെ കൃഷികൾ കണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നത് കൊണ്ട് ഇവിടെ വന്ന് സാധനം മേടിച്ചോണ്ട് പോകുന്നത് കൊണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജേന്ദ്രൻ ബ്ലോഗ്സ് വള്ളികുന്നം. ഇത് കണ്ടില്ലേ, ചുമന്ന പയറും വെള്ളപ്പയറും നല്ല നീളത്തിൽ കിടക്കുന്ന ഇത് മണിയൻ ചേട്ടൻ്റെ പയർ തോട്ടമാണ്. 45 വർഷങ്ങളായിട്ട് പയർ കൃഷിയാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പം മുതലേ. അതുപോലെ ഇത് എൻ്റെ ഗ്രാമം തന്നെയാണ്, വള്ളികുന്നത്തിനടുത്തുള്ള താമ്രക്കുളം. നമ്മുടെ ഗ്രാമപ്രദേശത്തുള്ള ഇതുപോലുള്ള കർഷകരെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. മാളികേര താലൂക്കിന്റെ 2ാം സ്ഥാനം കിട്ടിയതാ. മികച്ച കർഷകനുള്ള ഏത് കർഷകനുള്ളതാ? പച്ചക്കറി കർഷകനുള്ള മാവേലിക്കര താലൂക്കിന്റെ 2ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ടല്ലേ? പിന്നെ താഴക്കുളം പഞ്ചായത്തിന്റെ കൃഷിഭവന്റെ തന്നെ 3-4 കിട്ടിയതാ. കൃഷിഭവന്റെ തന്നെ അവാർഡുകൾ 3-4 ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ക്ലബ്ബുകാരും അവാർഡുകൾ തന്നിട്ടുണ്ടല്ലേ? കാർഡുകാരും അവിടെ നിന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചേട്ടൻ ഒരു സ്പെഷ്യൽ വളം നിർമ്മിക്കുന്നു പറഞ്ഞല്ലോ, അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാമോ? പറഞ്ഞുതരാം. അത് വീപ്പക്കകത്ത് ചാണകം ഇട്ട് കലക്കുക, അതിൻ്റെ കൂടെ കൊന്നയുടെ ഇല ഊരി അങ്ങ് ഇടുക. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കിന് കുറച്ച് പിണ്ണാക്കൂടെ ഇട്ട് കലക്കി. എന്ത് പിണ്ണാക്കാ? കടലപ്പിണ്ണാക്ക്. 2 കിലോയോ? 2 കിലോ 3 കിലോ മതി. ഇട്ട് കലക്കിയിട്ട് നമ്മൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കിന് അത് കമ്പിട്ട് ഇളക്കി എടുത്തിട്ട് അതിൻ്റെ 2 ഇരട്ടി വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ മിക്സാക്കി ഓരോ കപ്പ് വീതം 2 കപ്പ് വീതം ഓരോ മുട്ട ഒഴിക്കാമെങ്കിൽ നമുക്ക് അതിനുള്ള വളം അതിൽ ഉണ്ടാവും. വീപ്പ എടുക്കുമ്പോൾ 500 ലിറ്ററിന്റെ വീപ്പ അല്ലയോ? 500 ലിറ്റർ. 500 ലിറ്റർ വീപ്പയ്ക്ക് അല്ലെങ്കിൽ ചെറിയ പാത്രത്തിന്റെ അനുസരിച്ച് നമുക്ക് ചെയ്യാം. അത് എടുത്തിട്ട് അങ്ങനെ എത്ര ലിറ്റർ വെള്ളം ചേർക്കണം അതിനകത്ത്? 1 ലിറ്റർ മറ്റ് ഈ കലക്കി ഇട്ടേക്കുന്ന 1 ലിറ്റർ എടുത്താൽ 2 ലിറ്റർ വെള്ളം കൂടെ ഒഴിക്കണം. 2 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം മൂട്ടിൽ ഒഴിക്കേണ്ടത്. ദൂരെ കൂട്ടി ഒഴിക്കണം. അത് ഒരു ചാൺ അകലം മതി. ഒരു ചാൺ അകലത്തില്. ഒരു ചാൺ എന്ന് പറയുമ്പോ ഒരു ചാൺ അകലം മതി. ഒരു കൈ വെള്ളയുടെ അല്ലേ? അതാണ് ഒരു ചാൺ. അപ്പൊ മൂട് വരത്തില്ല. മൂട് ഒഴിഞ്ഞാ അങ്ങനെ എത്ര പ്രാവശ്യം ഒഴിക്കണം? അങ്ങനെ നമ്മൾ എപ്പോഴും ഒഴിച്ചാലും നല്ല. ആഴ്ച ഓരോ ട്രിപ്പ് ഒഴിച്ചാൽ നല്ല. ഇങ്ങനെ പയർ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ? പയറായാലും പാവലായാലും പടവളമായാലും എല്ലാത്തിനും നല്ല. അത് പറയുന്നത് ഗോമൂത്രം എന്നാ പറയുന്നത്. ചാണകം കലക്കി കഴിയുമ്പോൾ ഗോമൂത്രം. അപ്പൊ അതിന്റെ വളമായി കൊന്നയുടെ ഇല അത് അവിഞ്ഞങ്ങ് കയറും. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന വളങ്ങളായി ഇതൊക്കെ എന്ന് പറയുന്നത്. വെറുതെ പൈസ കൊടുത്ത് വളം മേടിക്കണ്ട. ഒരാഴ്ച ഒഴിച്ചാൽ മതി. കൊന്ന നല്ല അതാണ്. കൊന്നയ്ക്ക് പകരം മറ്റെന്തെങ്കിലും പറ്റുമോ? തീട്ടപ്പെരുമരം. നമ്മുടെ നാട്ടിലായിരിക്കും, വേറെ നാട്ടിൽ വേറെ പേരായിരിക്കും പറയുന്നത്. വട്ടമുള്ള ഇല. സ്മെല്ല് അതും നല്ലതല്ലേ? ചേട്ടാ, അപ്പൊ ഈ പയർ കൃഷി പുതിയതായിട്ട് തുടങ്ങുന്നവർക്ക് ചേട്ടന്റെ ഇത്ര വർഷത്തെ അനുഭവം എങ്ങനെയാണ്? ഒന്നും അറിയാൻ മേത്ത ഒരാള് ഒരു പയർ കൃഷി തുടങ്ങാൻ താല്പര്യമുണ്ട്, എന്ത് ചെയ്യണം തുടക്കം മുതൽ? തുടക്കം മുതൽ തളം വെട്ടുക. തളം വെട്ടുക, ഇതുപോലെ എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടെ ഇട്ട് ഒത്തി കിടക്കി ഇടുക. ഒത്തി കിടക്കിയിട്ടേക്ക് മുമ്പ് നരിവിനും കുഴിച്ചിടുക. കിണിച്ച് അത് ഒരു ചാനകലത്തിൽ, ഇങ്ങനെ ഒരു ഒറ്റ ചാനകലത്തിൽ കുഴിച്ചിട്ട് അത് കിഴിച്ച് 3-ാം തലയാകുമ്പോൾ പൊടിവളം ഇട്ട് കൊടുക്കണം. പൊടിവളം എന്ന് വെച്ചാൽ വാറ്റുമ്പോസോ ജൈവവളോ എന്തെങ്കിലും ഒരു 25 ഗ്രാം വെച്ച് വീഴണം. എടുത്തിട്ട് 2ാമത്തെ വളം ഇടുമ്പോൾ അപ്പോഴത്തെ വണ്ടി വീശി വരും. വണ്ടി വീശി വരുമ്പോഴത്തേക്കിന് ചാണകവും പിണ്ണാക്കൂടെ ഇടും. ഇട്ട് തിരിച്ച് മണ്ണും അടുപ്പിച്ചിടും. 3ാമത്തെ വളത്തിന് തളം വലുതാക്കും. അതുകൊണ്ട് കുത്തി ഇളക്കി വളം ഇട്ട്. ഓരോ തവണ പയർ വിളവെടുത്തതിന് ശേഷവും വളം ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. എന്നാലേ ആ കായ്ക്ക് മുഴുപ്പ് വരത്തുള്ളൂ. അങ്ങനെ വരുന്നില്ലേ? ഇതുപോലെ പയറിന് നല്ല നീളവും പുഷ്ടിയും ഒക്കെ വരാൻ എന്തോ ചെയ്യണ്ടേ? ചേട്ടന്റെ എല്ലാ പയറുകൾക്കും നല്ല നീളവും പുഷ്ടിയും നല്ല ആരോഗ്യമുള്ള ചെടി. അതിനായി ആദായം എടുത്ത് വരുമ്പോൾ ആഗ്രഹിച്ച വളം ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇട്ട് കൊടുക്കണം അല്ലേ? പിന്നെ വെള്ളം
വെള്ളം കളിക്കണം. ഓസ് ഇട്ടിട്ടുണ്ടല്ലേ? ആ അവിടെ ഓസ് കിടക്കുന്നുണ്ട്. തോട്ടിൽ നിന്ന് വെള്ളം അടിക്കുന്നത്. തോട്ടിൽ നിന്ന് വെള്ളം എടുക്കുമല്ലയോ? ആ ഓസ് ഇട്ട് വെള്ളം എടുക്കുന്നുണ്ട്. ചേട്ടൻ പറമ്പെല്ലാം നല്ല വൃത്തിയായിട്ട് ഇട്ടിരിക്കുകയാണ്. കൊല്ലം ജില്ലയിൽ നിന്ന് വരെ നമ്മൾ ശാസ്താംകോട്ടയിൽ വരെ വന്ന് അരി കൊണ്ടുപോയി അവിടെ എന്നെ കൊണ്ട് കാണിച്ച് ഇത് ഇറക്കിയിട്ടുണ്ട്. ചേട്ടൻ അത്രയ്ക്ക് എനിക്കിപ്പോഴും ഉണ്ടല്ലോ ഈ ഒരു. എനിക്കിപ്പോഴും അതിൻ്റെ 25 വയസ്സ് തുടക്കമാണ്. ഏതാണ്ട് ഒരു 40 വർഷം കൊണ്ട് എനിക്ക് കൃഷികളുണ്ട്. 40 വർഷം കൊണ്ടുണ്ട്. അതിനുള്ള നെറ്റ്, വല, കയറും എല്ലാം പ്ലാസ്റ്റിക്കിൻ്റെയാ എല്ലാം ഇട്ടിരിക്കുന്നില്ലേ? ഇത് എത്ര നാൾ കിടക്കും ഒരു പന്തല്? ഇതിപ്പം 3-4 കൊല്ലമായ പന്തലാ. ആണോ? 3-4 കൊല്ലം ആയതാ? ആ അതെ ആയതാ. 5 കൊല്ലമായ പന്തലാ ഇത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തൂണ് മാറും. തൂണ് മാറത്തേ ഉള്ളു. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് പലരും ആവശ്യക്കാര് പയർ വിത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ കൊടുക്കാനുണ്ടാവോ ചേട്ടാ? ഉണ്ട്. എടുത്തു വെക്കുന്നുണ്ടോ? വേറെ എന്തൊക്കെയാ രോഗങ്ങളായി പയറിന് വരുന്നത്? പയറിന് ചാരിയുടെ ഉണ്ട്, മുട്ടുപുഴുവാ, ഇലയിരുട്ടി പുഴുവല്ലേ? ഇലയിരുട്ടി പുഴു. അതിന് ഈ പിന്നെ പുകയില കഷായം തന്നെ അടിക്കൂലേ? അത് അടിക്കുന്നത് മേളോട്ട് പയർ കൊടുക്കണം. മണ്ടയ്ക്ക് കിടക്കുകയല്ല. ഇതിപ്പോ എത്ര പ്രാവശ്യം വിളവെടുപ്പ് നടത്തി? ഇതിപ്പോഴും എടുക്കാൻ തുടങ്ങുന്നതേ ഉള്ളോ? പയറൊക്കെ വരുന്നത്. ചേട്ടൻ എവിടുന്ന പയറിന്റെ വിത്ത് എങ്ങനെ ശേഖരിക്കുന്നത്? ഞങ്ങൾ മാറിയും തിരിഞ്ഞൊക്കെ മേടിക്കുന്ന. അല്ല കടയിൽ നിന്ന് മേടിക്കുന്നതല്ല. കടയുടെ പയറ് പച്ചപ്പയറാവും. അതിന് ഡിമാൻഡ് കുറവാണ്. നമ്മള് തന്നെ ഈ തോട്ടത്തിൽ പയർ നിർത്തി ഉണക്കിയെടുക്കുക. അത് ഏത് ഇനത്തിലുള്ള പയറാണ് എടുക്കുന്നത്? എപ്പോഴത്തെയാ? അത് ഒരു 3 ട്രിപ്പ് എടുത്ത് കഴിയുമ്പോഴുള്ള പയറ് അല്പമുള്ള പയർ നിർത്തും. അതിനുള്ള നിർത്തിയിട്ടുണ്ടോ ഇവിടെ ഏതെങ്കിലും? ഉണ്ടല്ലയോ? ഇതുപോലെ വെള്ളപ്പയറും എല്ലാം കൂടെ നിർത്തും. അത് എടുത്തിട്ട് എന്ത് ചെയ്യും? അത് വെയിലത്ത് വെച്ച് ഉണക്കി അതുപോലെ പൊളിക്കാതെ കണ്ടു വെച്ചേക്കും. പൊളിക്കാതെ വെച്ചിരിക്കും. എത്ര നാൾ വെച്ചേക്കണം ചേട്ടാ? അത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. ഉണക്ക് കൂടത്തുമില്ല, ഉണക്ക് കുറയത്തുമില്ല. അരിക്ക് നഷ്ടം വരത്തില്ല. നടാൻ നേരമോ? നടാൻ നേരത്തെ തോട് പൊളിച്ചെടുക്കുക. തോട് പൊളിച്ചെടുത്തിട്ട് വെള്ളത്തിലിടും? അതോ വെള്ളത്തിട്ട് കുതിർക്കുക. കുതിർത്തതിന് ശേഷം എത്ര സമയം വെച്ചേക്കും? രാവിലെ വെള്ളത്തിട്ട വൈകിട്ട് 6 മണിക്ക് ഊറ്റിക്കെട്ടി വെക്കും. എന്നിട്ട് അന്നേരം 2 ദിവസം കഴിയുമ്പോൾ, 1 ദിവസം കഴിയുമ്പോൾ മുളയ്ക്കും. മുളച്ച് കഴിയുമ്പോൾ അരി കൊണ്ടുവന്ന് നടുക. അതിന് മുമ്പ് തടമൊക്കെ ഒരുക്കണ്ടേ? തടം ഒരുക്കും. അതെങ്ങനെയാ? തടം വെട്ടി നമ്മള് വളവും ഇട്ട് ഇട്ടേക്കും. കുത്തി ഇളക്കി ഇട്ടേക്കും. എന്തൊക്കെ ചേർക്കും വളങ്ങള്? എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടെ ആദ്യം ഒന്ന് നടാൻ. അങ്ങനെ നട്ടിരിക്കുന്ന ഇതല്ലേ അല്ലയോ? എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടെ ആദ്യം തടത്തിൽ ഇടും. ഇങ്ങനെ ഇട്ടിരിക്കും കുറച്ച് ദിവസം. ഇടും. ഇതിന് ശേഷമാണ് പയർ വിത്ത് പാകി നടുന്നത് ഇല്ലയോ? കുത്തി ഇളക്കി കിളിച്ചു വന്ന് എത്ര ഇല വന്ന് പിന്നെ ആദ്യത്തെ വളമൊക്കെ ചെയ്യാ? 3-ാമത്തെ ഇലയ്ക്ക് വളം ചെയ്യോ? അത് ഒരു 10 ഗ്രാം വെച്ച് വളം വീണാൽ മതി. ദൂരെ കൂട്ടിയിടണം, തണ്ടിന്റെ അടുത്തിടരുതില്ലേ? പിന്നെ 15 ഗ്രാം 20 ഗ്രാം അങ്ങനെ കൂട്ടി ഇടുന്നത്. വേപ്പിൻ പിണ്ണാക്ക് ഇടുന്നതല്ലേ? വേപ്പിൻ പിണ്ണാക്ക് ഇടും. ഉറുമ്പിന്റെ ശല്യങ്ങളൊക്കെ ഇടശല്യങ്ങളൊക്കെ വളരെ കുറഞ്ഞു. മണിയൻ ചേട്ടാ, ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതിന് വളരെ വളരെ നന്ദി. നമസ്കാരം.